ശബരിമലയെ വൃത്തിയായി സൂക്ഷിക്കുന്നത് വിശുദ്ധ സേനയാണ്. ചരൽമേട് മുതൽ മരക്കൂട്ടം വരെ 18 റീച്ചുകളിലായിട്ടാണ് സേനയുടെ പ്രവർത്തനം. ശബരിമല ADMന്റെ നിയന്ത്രണത്തിലാണ് വിശുദ്ധ സേനയുടെയും പ്രവർത്തനം. സന്നിധാനത്ത് ചരൽമേട് മുതൽ മരക്കൂട്ടം വരെ 18 റീച്ചുകളിലായിട്ടാണ് സേനയുടെ പ്രവർത്തനം. വിശുദ്ധ സേനയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് വിവിധ വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ഏകോപനം നിർവഹിക്കുന്നു. ശബരിമല ADMന്റെ നിയന്ത്രണത്തിലാണ് വിശുദ്ധ സേനയുടെയും പ്രവർത്തനം. മണ്ഡലവിളക്ക് മഹോത്സവകാലത്ത് സന്നിധാനവും പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് ADMന്റെ നിർദ്ദേശങ്ങളുടെയും വിവിധ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൻ്റെയും ഫലമാണെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് K. മനോജ് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശബരിമല ADMന്റെ നിയന്ത്രണത്തിൽ ഇവിടെ നിയോഗിക്കപ്പെടുന്ന ഡ്യൂട്ടി മജിസ്ട്രേറ്റാണ് ഈ വിശുദ്ധ സേനാംഗങ്ങളുടെ ജോലികളെല്ലാം ഏകോപിപ്പിച്ചു വരുന്നത്. ഏകദേശം 300ഓളം വിശുദ്ധി സേനാംഗങ്ങൾ ഈ സന്നിധാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഏരിയയിൽ നമുക്കിടെ സാനിറ്റേഷൻ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. 18 റീച്ചായിട്ട് തിരിച്ചാണ് ഞങ്ങൾ ഈ ജോലികളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ 18 റീച്ചുകളിലെയും ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തന്നെ ഇതിൻ്റെ സൂപ്പർവിഷൻ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ സൂപ്പർവൈസറുടെ കീഴിലും 10 മുതൽ 20 വരെയുള്ള, അത് ഓരോ ഏരിയ തിരിച്ച് 10 മുതൽ 20 വരെയുള്ള വിശുദ്ധ സേനാംഗങ്ങളെ നിയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഇതിൽ കുറച്ച് അംഗങ്ങളെ രാത്രിയിലും സേവനത്തിനായിട്ട് നിയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ മുൻവർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി സാനിറ്റൈസേഷൻ വർക്ക് വളരെ ഭംഗിയായി നടന്നിരിക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ഭക്തരെല്ലാവരും, മറ്റ് മീഡിയ എല്ലാവരും തന്നെ ഈ വർഷത്തെ ഈ സാനിറ്റൈസേഷൻ പ്രവർത്തനത്തിനെ വളരെ ഗംഭീരമായി അഭിനന്ദിച്ചിട്ടുള്ളതുമാണ്. സൂപ്പർവൈസർമാരായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കീഴിൽ 10ഉം 20ഉം വിശുദ്ധ സേനാ പ്രവർത്തകരാണ് ശുചീകരണ ജോലികളിൽ ഏർപ്പെടുന്നത്. മുൻകാലങ്ങളിൽ വിശുദ്ധ സേനാംഗങ്ങൾ തന്നെയാണ് മേൽനോട്ടവും നടത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.